തിരുഹൃദയത്തോടുള്ള ബന്ധത്തിൽ എത്രമാത്രം വളർന്നു വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ഒരാത്മാവ് കൃത്യമായി തിരിച്ചറിയുന്നിടത്താണ് മക്കളെ ആ സ്നേഹത്തോടുള്ള പ്രത്യുത്തരമാകുന്നുള്ളൂ. ഈ സ്നേഹത്തോട് നമ്മൾ പ്രത്യുത്തരിക്കണം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. എന്ത്? ഈ സ്നേഹത്തോടുള്ള പ്രത്യുത്തരമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ വിളി. ഈ ചോദ്യം അവശേഷിക്കുന്നു, എങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ ഈ സ്നേഹത്തോട് നീ അല്ലെങ്കിൽ ഞാൻ പ്രത്യുത്തരിച്ചത്? പറ. ഇത് പറയാതെ, ഇതിലൊരു തീരുമാനം എടുക്കാതെ, ഇതിലൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ചില നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാതെ, മക്കളെ, നമുക്ക് തിരുഹൃദയത്തോട് സ്നേഹമുണ്ടെന്ന് അല്ലെങ്കിൽ ഈ തിരുഹൃദയത്തെ ധ്യാനിച്ചത് കൊണ്ട് നമ്മൾ എന്ത് നേടി? നമ്മൾ പറയാ, കർത്താവിന്റെ ഹൃദയം സ്നേഹമാണ്, അത് നിത്യസ്നേഹമാണ്, അത് കാൽവരി കുരിശിൽ സഹിച്ച സ്നേഹമാണ്, അതെന്റെ മുറിവുകളെ സുഖപ്പെടുത്താൻ വേണ്ടി വെളിപ്പെടുത്തിയ സ്നേഹം. ഇതൊക്കെ ശരിയാ. എന്നിട്ട് നീ മുറിവിലല്ലേ ഇന്നും? നീ ഇന്നും മുറിവേറ്റവളായിട്ടല്ലേ ജീവിക്കുന്നേ? ക്ഷമിക്കാൻ പറ്റാതെ, സ്നേഹിക്കാൻ പറ്റാതെ, ചെറിയ സങ്കടങ്ങളും സംഘർഷങ്ങളും കൊടുങ്കാറ്റ് അനുഭവങ്ങളൊക്കെ നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ? പിന്നെ എന്താണ് നിന്റെ ജീവിതത്തിൽ ഈ തിരുഹൃദയ സ്നേഹം? പിന്നെ എവിടെയാണ് നിന്റെ ജീവിതത്തിൽ ഈ തിരുഹൃദയത്തിന്റെ സ്നേഹം നീ അനുഭവിച്ചത്? നമ്മള് നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമല്ല. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ തിരുഹൃദയ ധ്യാനത്തെ ധ്യാന വിഷയമാക്കി കടന്നു പോകുമ്പോൾ മക്കളെ, നമ്മള് അതിന് പ്രധാനപ്പെട്ടതായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എത്രമാത്രം കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ വളർന്നു, കർത്താവിനോടുള്ള ബന്ധത്തിൽ എത്രമാത്രം നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു. അത് നമുക്ക് കോൺക്രീറ്റ് ആയിട്ടൊന്നും കാണിക്കാനില്ലേ? നമ്മള് നിസ്സാരമായിട്ട് ഇതിനെ കാണരുത്. കാരണം എല്ലാത്തിൻ്റെയും ഒരു സ്നേഹത്തിനാണെങ്കിൽ സ്നേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടല്ലോ. ലവ് ഹാസ് ടു ബി റിവീൽഡ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹം കാൽവരിയിൽ ദൈവം നമുക്കായിട്ട് വെളിപ്പെടുത്തി. ഇനി നാം ആ വെളിപ്പെടുത്തപ്പെട്ട തിരുഹൃദയ സ്നേഹം അനുഭവിച്ചു. ഇനി ആ സ്നേഹം ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറാകണം. അപ്പോഴാണ് ആ സ്നേഹം ഞാൻ അനുഭവിച്ചെന്ന് പറയാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളില് ആ നിത്യസ്നേഹം വെളിപ്പെടുത്താൻ, എൻ്റെ കൂടപ്പറപ്പുകളില്, എൻ്റെ മാതാപിതാക്കളോട്, എന്നെ മുറിപ്പെടുത്തിയവരോട്, എന്നെ വേദനിപ്പിച്ചവരോട്, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോട്, എനിക്കെതിരെ കേസ് കൊടുത്തവരോട് ഒക്കെ ഈ നിത്യസ്നേഹം, പരിശുദ്ധമായ സ്നേഹം വെളിപ്പെടുത്തുമ്പോഴാണ് മോനെ നമ്മൾ യഥാർത്ഥത്തിൽ തിരുഹൃദയത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നവരാണ് എന്ന് പറയാൻ പറ്റും.